എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ഉണക്കമുള്ളൻ കറി വെച്ച് നോക്കാം. അതിന് വേണ്ട സാധനങ്ങളാണ് 2 തക്കാളി, ഒരു 4-5 ചെറിയ ഉള്ളി, പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി ചതച്ചത് ഒരു ചെറിയ കഷ്ണം, പിന്നെ വാളംപുളി അല്പം, പിന്നെ കുറച്ച് നാളികേരം അരപ്പിന് വേണ്ടിയിട്ട്, പിന്നെ നമ്മൾ നന്നാക്കി വെച്ച ഉണക്കമുള്ളൻ. ഇത്രയാണ് വേണ്ടത്. ഇനി ആദ്യമായിട്ട് നമ്മൾ ചട്ടിയിലേക്ക് നമ്മുടെ പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് മറ്റ് സാധനങ്ങളായിട്ടുള്ള തക്കാളി, ഒരു 2 തക്കാളി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പച്ചമുളക്, കറിവേപ്പില, അതേപോലെ തന്നെ ചതച്ച ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ അതായാലും മതി, നമ്മൾ ഇട്ട് കൊടുക്കണം. അതൊരു കളറിനും, പിന്നെ നമ്മൾ കുറച്ച് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് കുറച്ച് എരിവ് വേണമല്ലോ, അപ്പോൾ അതിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഉണക്ക മീനായതുകൊണ്ട് അതിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് തിളപ്പിക്കാം. തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരപ്പിനുള്ള നാളികേരവും അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ച ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് അരച്ചിട്ട് നമുക്കത് തയ്യാറാക്കി വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചട്ടിയിലുള്ള കറിയെല്ലാം അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഉണക്കമുള്ളനാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിന് പകരം മാന്തളോ വേറെ എന്ത് മീൻ വേണമെങ്കിലും, ഉണക്ക മീനാണെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. അങ്ങനെ നമ്മളിത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടിത് തിളപ്പിക്കണം. നമ്മുടെ മീൻ നന്നായിട്ട് വേവണം. അപ്പോൾ നമ്മൾ ഇനിയും കുറച്ച് നേരം കൂടി അടച്ച് വെച്ചിട്ട് നമ്മൾ ഇത് തിളപ്പിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ മീനൊക്കെ നന്നിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തേക്ക് നമുക്ക് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ, അതായത് നമുക്ക് കണ്ടറിയാലോ കറി പാകമായി വരുന്നെന്ന് കണ്ടാൽ നമുക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ പാകമായിട്ടുണ്ട്. ഞാൻ അവിടെ അരച്ച നാളികേരവും ഉള്ളിയും കൂടി അരച്ച് കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർത്ത് മിക്സി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അതും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. മീനും അതേപോലെ നമ്മൾ ഒഴിച്ച നാളികേരമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വന്നാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അതിന് വേണ്ടി ഒന്നുകൂടി അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളപ്പൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വളരെ എളുപ്പമാണ് നമ്മുടെ ഉണക്കമുള്ളൻ കറി. ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ, തണുപ്പായതുകൊണ്ട് കട്ട ഇരിക്കുകയാണ്. നമ്മൾ ഉണക്കമുള്ളൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.